ഇതുപോലൊരു ബജ്ജിക്കട കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ കാണുന്ന നല്ല എരിവുള്ള പച്ചമുളകിന്റെ ബജ്ജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഏത് കടി എടുത്താലും ദേ ഇതുപോലൊരു സാലഡ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. മോഹൻലാലും മഞ്ജു വാര്യരും വരെ കഴിച്ച ബജ്ജിക്കട. കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ ഒരു കടിയും മസാലയും മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു അച്ഛനെയും അമ്മയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അച്ഛൻ നമസ്കാരം. ഓക്കെ, നമസ്കാരം. ശരി. മസാല ഉണ്ടാക്കുക. മസാല സലാഡ്. സലാഡ് എന്തിനത്? ഇത് ബജ്ജില് മുറിച്ചിട്ട് ബജ്ജിയില് മുറിച്ചിട്ട് മസാല ഇട്ട് കഴിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അത് എന്താ സംഭവം? പുതിയ ഐറ്റം ആണല്ലോ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിപ്പോ ആദ്യമായിട്ട് കണ്ടുപോക്കോ. എത്ര കാലം തുടങ്ങിയിട്ട്? 24. ബജ്ജി, മുട്ട ബജ്ജി, മുളക് ബജ്ജി. അതായത് മുളക് ബജ്ജി എന്ന് പറയുന്നത് സാധാരണ പച്ചമുളകാണല്ലോ, മറ്റേ മുളകല്ലല്ലോ. അതിവിടെ ആരും മേടിക്കില്ലോ, മറ്റേതാരും വാങ്ങിക്കില്ല, പച്ചമുളകേ വാങ്ങുള്ളൂ. ഈ മസാല കൂട്ടിട്ട് കഴിച്ചാലേ തുള്ളിച്ചാടിയെ പൊക്കോളും. അതായത് കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനല്ലേ, അത് കാശ് കൊടുത്താൽ കിട്ടില്ല. അങ്ങനെയാണ്. അത് ആള് തന്നെ ഇട്ടാൽ ശരിയാവുള്ളൂ. ഇതൊക്കെ ആരുണ്ടാക്കണേ? ഏത് ബജ്ജിയാ? ബജ്ജി ബജ്ജി ചേച്ചി, നിങ്ങളുടെ ഭാര്യ. അങ്ങനെ പറയൂ, അടിപൊളി. മായം ഒന്നുമില്ല. മായൊന്നുമില്ല. ഒന്നുമില്ല. ഇത് എത്ര ചാർജ് ചെയ്യണം അപ്പോ? ഇത് കായ ബജ്ജിയും മുട്ട ബജ്ജിയും 10, മുളക് ബജ്ജി 5. 5 റുപ്യ ഉള്ളൂ. മസാലയും കൂടെ ചേർത്തിട്ട് മുതലാവുന്നുണ്ടോ? മുതലായിട്ടല്ല, ആൾക്കാർ തന്നോണ്ടേ. ഇവിടെ എങ്ങനെ സെറ്റപ്പ്? ആൾക്കാർ പോയി എടുത്ത് കഴിക്കണം, അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. അവര് പറയും പറ്റിച്ചിട്ട് പോയാലോ? പറ്റിച്ചിട്ട് പോണ ഒരു ഫോട്ടോത്തിനുള്ളതല്ലേ. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? ആമ്പല്ലൂര്, കല്ലൂര്, പാലക്കപ്പറമ്പ്. ആമ്പല്ലൂർ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ജയേട്ടന്റെ ബജ്ജിക്കട എന്ന് ഗൂഗിളിട്ടാ കിട്ടും. അത് കിട്ടും അല്ലേ? മോഹൻലാലിന് പാഴ്സല് അവന്റെ കൂട്ടുകാരൻ വിട്ടിട്ട് മേടിച്ചുകൊണ്ടായിട്ടുണ്ട്. മഞ്ജു വാര്യർ ലൈവായിട്ട് വന്ന് അടിച്ചു പോയിട്ട് കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇത് കടയല്ല, വീടാണ്. വീടും കട ഒരുമിച്ചാണ്. നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, അതായത് ഒരു 3-4 വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണ മാറ്റുമോ? ഇതിപ്പോ ഞങ്ങൾ മാറ്റും. ഒരു 5-6 വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റി ഓയിൽ ഒഴിക്കും, പുതിയത് കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഇതല്ലേ. സാധാരണ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ഫീലല്ല ഈ ഒരു മസാലയും കൂട്ടി കടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ അമ്മയുടെ കൈപുണ്യത്തിൽ വീടിനകത്തെ അടുക്കളയിൽ ചൂടോടെ തയ്യാറാക്കുന്ന കടികളെല്ലാം നേരെ മുൻപിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു. കഴിക്കാൻ വരുന്നവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം. വരുന്നവർക്ക് ആവശ്യമുള്ളത് എന്തും അകത്ത് കയറി എടുത്ത് കഴിക്കാം. വരുന്ന എല്ലാവരോടും സ്വന്തം വീട്ടുകാരെന്ന പോലുള്ള കുശലാന്വേഷണം. അത് അവിടെ പോയി കടി കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല, മനസ്സും നിറയ്ക്കും. അപ്പൊ ദേ ഇതാണ് കടയുടെ ലൊക്കേഷൻ. അപ്പം ഈ അച്ഛനെയും അമ്മയും കാണാനും ഈ കടി കഴിക്കാനും നേരെ വിട്ടോളൂ.